വിജയിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ വിജയിച്ചു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഖബറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആഖിറത്തിൽ പരാജയപ്പെട്ടു, അവൻ നരകത്തിന്റെ അവകാശിയായി മാറുമെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു. ആ ഖബറിൽ ഞാൻ വിജയിക്കോ ഇല്ലയോ എന്നോർത്താ അറിയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനിയെങ്കിലും ഖബറ് കാണുമ്പോൾ ഒന്ന് ചിന്തിക്കും. മരണത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ചിന്തയുണ്ട്. മരിക്കുന്ന ആർക്കും സംശയമില്ലാത്തത്. മഹാന്മാരായ തസൂഫിന്റെ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നതായി കാണാം, ഒരു മനുഷ്യന് യഥാർത്ഥമായ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ അവനൊരു തെറ്റ് ചെയ്യാൻ തയ്യാറില്ല. മരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ കള്ളുകുടിക്കാൻ പോകുന്ന അവസരത്തിൽ അവന്റെ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുക ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് നമുക്കൊരു നിശ്ചയമില്ല, എപ്പോ മരണപ്പെടുമെന്ന് യാതൊരു നിശ്ചയമില്ല. രാത്രി ഭക്ഷണവും കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന മനുഷ്യനായിരിക്കും. പ്രഭാതമാകുമ്പോൾ ഭാര്യ വെള്ളവുമായി ചായയും കോഫിയുമായി അടുത്തേക്ക് എത്തുമ്പോൾ തട്ടി നോക്കുമ്പോൾ അനങ്ങുന്നില്ല. 2-3 പ്രാവശ്യം വിളിച്ചു നോക്കി അനങ്ങുന്നില്ല. മക്കളെയെല്ലാം നെഞ്ചത്തടിച്ച് വിളിച്ചുകൂട്ടി വാപ്പാനെ വേഗം വാരിക്കൂട്ടി ആശുപത്രിയിൽ കൊണ്ടുപോകും. പറയുന്നു 6 മണിക്കൂറായി മരിച്ചിട്ട്. കാരണം എന്താ ഡോക്ടറെ? രാത്രി കിടക്കാൻ നേരത്ത് ആവശ്യമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടന്നതാണ്. രാത്രി കിടക്കാൻ നേരത്ത് എന്നെ വാരി പുണർന്നതാണ് ഭാര്യ. എപ്പോഴാ മരിച്ചത് അറിയുന്നില്ലല്ലോ. ഡോക്ടർമാർ പറയുക ഈ മരണത്തിന് വലിയ പേരൊന്നുമില്ല, സൈലന്റ് അറ്റാക്കാണ്. മരിക്കുന്നത് അറിയുന്നില്ല എന്ന് ഡോക്ടർമാർ മരിച്ചു നോക്കണ്ടേ? സൈലന്റ് അറ്റാക്കിലൂടെ ഡോക്ടർമാർ പറയുന്ന സൈലന്റ് അറ്റാക്കിലൂടെ മരിച്ചു കഴിഞ്ഞാൽ മരണം അറിയുന്നില്ല എന്നാ. മരിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ മരണം അറിയുന്നുണ്ടോ ഇല്ലയോ. ഇതേ രീതിയിൽ എപ്പോഴാ മരണം വരും? മഹാനായ പ്രവാചകൻ പറയുന്ന നിന്റെ ശരീരത്തിന്റെ വാറ് എത്രമാത്രം നിന്നോട് അടുത്ത് കിടക്കുന്നു അത്രയും അടുത്താണ് മരണം സ്വീകരിക്കുന്നത് കൊണ്ട് മരണത്തെ കുറിച്ച് മറക്കരുത്. ഈ മരണം കഴിഞ്ഞാൽ പോയി കിടക്കേണ്ടത് ആ ഖബർ. ആ ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരണത്തെ കുറിച്ച് കൊണ്ട് ചിന്തിച്ചാൽ ജീവിച്ചാൽ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യാനും നമുക്ക് തോന്നൂല. മഹാനായ ഇമാം സമർഖന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ ഖബറിൽ രക്ഷപ്പെടാൻ 8 കാര്യങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്. ഖബറിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ 8 കാര്യങ്ങൾ മഹാനായ ഇമാം സമർഖന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത് മഹാനവറുകൾ പറയുന്നത് മുഹാഫളത്തുൽ സ്വലാഹ്, നിസ്കാരത്തെ അതാത് സമയങ്ങളിൽ നിർവഹിക്കുക എന്നതാണ്. നിസ്കാരത്തെ അതാത് സമയങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇമാം സമർഖന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി നിനക്ക് ഖബറിൽ രക്ഷപ്പെടണോ? മഹാനായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് ഖബറിൽ വെച്ചപ്പോ ആ ഖബറിൽ ശരീരികേണ്ടത് അത് തന്നെയാണ്. അലിയാർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ ദർശനമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്തുമായി എത്ര സമയത്ത് ഖബറിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ ആ ഖബറിനോട് പറഞ്ഞു, ആ ഖബറെ ഈ മയ്യത്ത് ആരുടെ മയ്യത്താണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ കരളിന്റെ ദർശനമെന്ന് വിശ്വസിച്ചില്ല. നാളെ സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങൾ ഓടിച്ചെല്ലുമ്പോ ഹൂറിനീങ്ങളായ സ്വർഗത്തിലെ ഹൂറിനീങ്ങളായ പെണ്ണുങ്ങൾ ആ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളെ കളിയാക്കുമ്പോൾ, ഓ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളെ, ദുനിയാവിൽ ജീവിച്ചതായ മനുഷ്യനായ പെണ്ണുങ്ങളെ എന്ന് വിളിച്ചോ. നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗന്ദര്യം കുറച്ച് നൽകിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ മാത്രം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു ഹൂറിനീങ്ങളായ പെണ്ണുങ്ങൾ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളെ കളിയാക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു ആ ഹൂറിനീങ്ങളായ പെണ്ണുങ്ങളുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യം എന്ന് ശരിയാണ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമായ ജീവിതം സ്വർഗത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്ന് ശരിയാണ്. പക്ഷേ ആ ജഗദീശ്വരനായ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ, ആ അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലാൻ, ആ അല്ലാഹുവിന് വേണ്ടി റുകൂഅ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളെക്കാൾ സ്ഥാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന മുഅ്മിനീൻ ഹൂറിനീങ്ങളായ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ വെച്ച് അവരുടെ വർത്തമാനം കിടത്തി കളയുന്ന ഫാത്തിമയുടെ മയ്യത്താണ് ഖബറെ. അതുകൊണ്ട് നീ ഒരു മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നീ സാധാരണ ചെയ്യാറുള്ള ഒരു പണിയും നീ മയ്യത്തിനോട് ചെയ്തിരുന്ന മഹാനായ അലി റളിയല്ലാഹു തആല ഖബറിനോട് പറഞ്ഞപ്പോ ഇതേ കാര്യം തന്നെയാ അൽ മുഹാഫളത്തുൽ സ്വലാഹ്, നിസ്കാരം സൂക്ഷിക്കുന്ന കാര്യം തന്നെയാ ഖബറിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയത്തോടുകൂടി സാലിഹായ അമൽ ചെയ്തുകൊണ്ട് ആര് എന്റെ അടുക്കലേക്ക് വന്നോ അവന് ഖബറിൽ വിജയിക്കാൻ സാധിക്കും. ഖബറിൽ നിന്ന് മറ്റൊരു കേട്ടതാണ് നിസ്കാരം. മഹാനായ ഇമാം സമർഖന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒന്നാമതായി പറയുന്നു അൽ മുഹാഫളത്തുൽ സ്വലാഹ്, നിസ്കാരത്തിന് അതാത് സമയങ്ങളിൽ നിസ്കരിക്കുക. ഈ ഇരുന്നിന്റെ മജിലിസ് നിർവഹിക്കുന്നവർ ആ സഹോദരിമാരും സഹോദരന്മാരും ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. മഗ്‌രിബ് നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? എത്ര പേര് മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്? എല്ലാവരും പിള്ളേരെല്ലാവരും കൈയ്യുണ്ട്. ഒരാണ്
അതിവിടെ ബാക്കി എല്ലാവരും നിസ്കരിക്കാതെ വന്നവരാ. ഇവിടെ ഇരിക്കൽ വഹുവ ഹറാമുൽ, നിങ്ങൾക്ക് ഹറാമാണ്.